അങ്ങനെ ഞങ്ങളുടെ നീരാളിയുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നീരാളിയുടെ തീറ്റയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മാർക്കറ്റിലേക്ക് ഇറങ്ങി, സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. ജലനലോർ എന്നാണ് ഈ സ്ട്രീറ്റിൻ്റെ പേര്, ജലനലോർ. നല്ല തിരക്കാണ്. അന്നൊരു ഞങ്ങൾ പോയത് ചൊവ്വാഴ്ചയായിരുന്നു. ചൊവ്വാഴ്ച ആയിട്ട് പോലും ഇങ്ങനെയാണ് അതിൻ്റെ തിരക്ക്. ഇത് ശനിയാഴ്ചയോ ഞായറാഴ്ച ആണെങ്കിൽ ഇതിൻ്റെ ഡബിളാവുമെന്ന് പറയണത്. ഇത് വണ്ടിയൊന്നും പോവാത്തൊരു വഴിയാണ്. ഓരോ റെസ്റ്റോറൻറ്റുകാരും ഫ്രണ്ടിലോട്ടൊക്കെ അവരിങ്ങനെ ടേബിളും ചെയറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആൾക്കാർ ഇരുത്തിയേക്കുക. പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് മലേഷ്യയിലെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അടിപൊളി തിരക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി ഇങ്ങനെ നടക്കുക. അങ്ങനെ ഞങ്ങൾ വീണ്ടും സെക്കൻഡ് ട്രിപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ട്രൈ. ഫുഡുകൾ എങ്ങനെ ഇരിക്കുന്നതിന് പിന്നെ ഉണ്ടായത് ഇതെന്തോ ഒരു താറാവിൻ്റെ ഒക്കെ കയ്യാന്നുകൊണ്ട് ഞങ്ങളത് കഴിച്ചു നോക്കി. സിംഗപ്പൂരിൽ നിന്ന് അത് കഴിച്ചു നോക്കി. പിന്നെന്താണ്, പിന്നെ അത് സീ ഫുഡ്സ് ഇരിക്കിൻ്റെ അങ്ങനെയാണ്. ഓയിസ്റ്റർ കണ്ടു, ഓയിസ്റ്റർ ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഇരിക്കുന്നുണ്ടു. വെണ്ടക്കായ, തക്കാളി ഇല്ല, വഴുതനങ്ങ, ബ്രൊക്കോളി, ലെറ്റൂസ്, മഷ്റൂംസ്, പല വെറൈറ്റി മഷ്റൂംസാണ് ഇതിൽ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഓർഡർ ചെയ്തു. അവരത് ബോയിൽ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. ചുടുവെള്ളത്തിലിട്ട്, അതായതാണ് നമ്മുടെ ഇനിയിപ്പോൾ ചുടുവെള്ളത്തിലിട്ട് വേവിക്കുന്നത്, ബോയിൽ ചെയ്ത് തരുന്നതാണ് വെജിറ്റബിൾസ്. ബ്രൊക്കോളി, ലെറ്റൂസ്, പിന്നെന്തായിരുന്നു, പിന്നെ നമ്മൾ മഷ്റൂം കനലുമ്മ ചുട്ടത് മേടിച്ചു. ഇതൊരു മോമോസിൻ്റെ പോലുള്ളൊരു വേറൊരു ഫുഡാണ്. പല കളറിൽ, നമ്മുടെ പണ്ട് നമ്മുടെ കോഴിക്കുട്ടികളൊക്കെ കളർ അടിക്കില്ലേ, അതേപോലെ സ്റ്റീമറിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ അതും നമുക്ക് കഴിക്കാനായിട്ട് തീരുമാനമായി. അങ്ങനെ ഇതിൽ നിന്നൊരു 4 പീസ് ഓർഡർ ചെയ്തു. ഇത് നമ്മുടെ മോമോസിൻ്റെ പോലത്തെ ഒരു, ഇതിൻ്റെ ഉള്ളിൽ പോർക്കിറച്ചിക്കാന്ന് തോന്നുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ 4 പീസ് കൊണ്ടുവന്നു. അതും സ്റ്റാർട്ട് ചെയ്ത് ഞാൻ തന്നെയാണ്. കുഴപ്പമില്ല, നല്ല ചൂടുണ്ട്, ടേസ്റ്റാണ്. ഫുഡ് നല്ല രസമായിട്ട്. ഇതിനെന്തായാലും പ്രത്യേകത വെച്ചാൽ അവരുടേതായ തനതായിട്ടുള്ള മസാലക്കൂട്ടൊന്നുമില്ല. അത് കാരണം നമുക്ക് കുഴപ്പമില്ലാണ്ട് കഴിക്കാം. ഇത് എന്താണ്, ഇഞ്ചിയമ്പുളി സാമ്പാർ ചട്നി ഒന്നുമല്ല, അത് അവിടുത്തെ സോസാണ്. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം ഒന്നും കഴിക്കാൻ പറ്റില്ല. ചേച്ചി അതിൻ്റെ സ്വീറ്റൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വെജിറ്റബിൾസ് പുഴുങ്ങിയത്, ഇവിടെ പൂത്തിരി കത്തിച്ചോണ ഒരു സാധനമുണ്ട്, അത് വറുത്തെടുത്തിട്ടുള്ളതാണത്. അതെനിക്ക് മസാല വലിയ ഇഷ്ടമായില്ല. ബിൻസിക്ക് കൊടുത്തു പരീക്ഷണം. ബിൻസി ആ പുല്ലും കെട്ട് കടിച്ച് അതവിടെ ബാക്കി വെച്ചു. ഞാൻ മഷ്റൂം ചുട്ടത് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ മെയിൻ സാധനം വന്നുട്ടാ, ഓയിസ്റ്റർ. ഇതാണ് പച്ചിറച്ചി. നമ്മൾ യൂട്യൂബിലൊക്കെ വേറെ കണ്ടിട്ടുണ്ട്, ഇതിങ്ങനെ അന്ന് തോന്നിയിട്ടുള്ളത് ഇതൊന്ന് കഴിക്കണം. അപ്പോൾ നമുക്കത് അവസരം കിട്ടിയപ്പോൾ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിലെന്താണ്, ഇതിൽ ചെറുനാരങ്ങ പിഴിഞ്ഞു. അതാണ് മെയിനായിട്ട് സംഭവം. ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് മറ്റേ ഫോർക്ക് കൊണ്ട് എടുക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു ഓയിസ്റ്ററാണത്. അപ്പോൾ എന്തായാലും ഇത് 3 ആൾക്ക്, ബിൻസിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയുണ്ട്, ഫാദറും ഉണ്ട്, അനിയനും ഉണ്ട്. അപ്പോൾ 3 ഭാഗമാക്കി പീസാക്കി കഴിക്കാമെന്ന് വെച്ചു. ഫസ്റ്റത്തെ പീസ് എന്തായാലും ഞാൻ ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് പച്ചിറച്ചി കഴിക്കുന്നത്. ഫസ്റ്റ് കുഴപ്പമില്ല. ഈ ആരൊക്കെ പറഞ്ഞാൽ ഒരു കരിക്ക് പുഴുങ്ങിയതാ എന്തൊക്കെയുണ്ട്. ഇറക്കുമ്പോൾ ഒരു പച്ചമീൻ്റെ മണവും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് അവരെയും കൂടിയും പെടുത്തണമല്ലോ. അതിന് വേണ്ടിയിട്ടൊരു വീണ്ടും ഒരു പീസ് മുറിച്ച് സെക്കൻഡ് പീസ് ചേച്ചിക്ക് കൊടുത്തു. ചേച്ചി ഇത് എന്തോ വലിയ സംഭവമായിട്ടാണ് ഇരിക്കുന്നത്. ബിൻസിക്ക് പിന്നെ ആ ഭാഗത്തേക്ക് കൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് പീസ് അടിപൊളിയാന്ന് പറഞ്ഞപ്പോൾ വാ എന്ന് പറഞ്ഞ് ആൾ മേടിച്ചു. അവൾക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ, അവൾക്ക് ഇഷ്ടമായതുകൊണ്ട്. പിന്നത്തെ ഫാദറാണ്. ഫാദർ ഇങ്ങനെ വേണോ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ കഴിക്കി. അപ്പോൾ ആൾക്ക് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞപ്പോൾ ആളും പരീക്ഷിക്കാനായിട്ട് കണ്ണടച്ച് ഒറ്റപ്പെടാം. പിന്നെ കുറച്ച് മീനിൻ്റെ വെള്ളമുണ്ട്, അതെന്ത് ജീനം ടെസ്റ്റ് ചെയ്ത് നോക്കന്നെ. വേണ്ട, അപ്പോൾ നല്ല രസമുണ്ട് കുടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതും വലിച്ചു വാരി കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓയിസ്റ്റർ പച്ചയ്ക്ക് കഴിച്ചു ഞങ്ങൾ. പിന്നെയാണ് വീണ്ടും സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ എന്താ രസം. ഫ്രൂട്ട്സുകളാണ്, മുന്തിരിൻ്റെ, സ്ട്രോബെറിൻ്റെ, കാണാൻ നല്ല രസം. കളർഫുൾ സാധനങ്ങളുണ്ട്. ആപ്പിളുണ്ട്, അതുമൊക്കെ എന്താ പറയുക, നല്ല ഗ്ലോസി ആയിട്ടൊരു സംഭവം. അതും മേടിച്ചിട്ട്
അതിൻ്റെയും ഉദ്ഘാടനം ഞാൻ തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് വായിൽ വെച്ചു, കടിച്ചിട്ട് മുറിയണില്ല. അതേ നല്ല കോട്ടിങ്ങാണ്. അതെനിക്ക് തോന്നുന്നത് ഈ പ്ലാസ്റ്റിക് എന്നാണ് പറയണത്, മറ്റേ പഞ്ചസാരയുടെ കോട്ടിങ് കൊടുത്തിട്ടുള്ളതാണ്. നല്ല കനത്തിൽ സംഭവം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷേ എന്നാലും കടിച്ചാൽ പെട്ടെന്ന് മുറിയില്ല. എൻ്റെ ഉള്ളിൽ ഓക്കെ. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ വീണ്ടും മലേഷ്യൻ ജലനല്ലൂർ സ്ട്രീറ്റിലൂടെ അടുത്ത സംഭവത്തിനായിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.